നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥരെ AC കാറിൽ അടച്ചിട്ട രീതിയിൽ സഞ്ചരിക്കുമ്പോഴേ പാവപ്പെട്ടവരുടെ വേദനയ്ക്ക് എങ്ങനെയാ മനസ്സിലാവുക? ഇതുപോലുള്ള റോട്ടിൽ കൂടെ ഓടിക്കുമ്പോ ഇന്ധന ചെലവ് കൂടുന്നു. വാഹനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പണിക്ക് കയറ്റേണ്ടി വരും. അത് മാത്രമല്ല, ഈ വാഹനങ്ങൾ ഇങ്ങനെ പതുക്കെ ഓടിക്കുമ്പോഴേ പല ട്രിപ്പുകളും ക്യാൻസൽ ആവുകയാണ്. അതറിയോ? ഇതെല്ലാം സഹിച്ച് മണിക്കൂറുകളെ ചെലവാക്കിയിട്ട് കൃത്യ സ്ഥലത്ത് എത്തിക്കുമ്പോഴേ ഒരു 10-20 രൂപയ്ക്കൊക്കെ ഒന്ന് തല്ലുപിടിക്കേണ്ടി വരും. ഇതൊക്കെ ശരാശരി ഓട്ടോക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് മാഡം. ഇതൊക്കെ അറിയണമെങ്കിലേ, മനസ്സിലാക്കണമെങ്കിലേ നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥര് ഈ സാധാരണക്കാരുടെ വണ്ടിയായിട്ടുള്ള ഓട്ടോയില് സഞ്ചരിക്കണം. അതുമാത്രമല്ല, 3 ചക്രത്തിന്റെ മുകളിലിരുന്ന് 300 കാര്യങ്ങൾ അറിയാനും പറ്റും. ഇതിന്റെ ഒരു സുഖേ AC കാറിലിരുന്ന കിട്ടൂല. അതെ അതെ, കാക്കി യൂണിഫോമിൽ കയറിയപ്പോഴേ പഴയ സമരവീര്യമൊക്കെ പുറത്തു വന്ന് തുടങ്ങി അല്ലേ? അതിലെന്നെ തെറ്റുപറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കാലഘട്ടം പറയിപ്പിക്കുന്നതാ. ഓരോരോ ജോലിയായിട്ട് ബന്ധപ്പെടുമ്പോഴാണല്ലോ അവിടുത്തെ ബുദ്ധിമുട്ടുകളും അവിടുത്തെ മനോവിഷമങ്ങളും ഒക്കെ അറിയാൻ പറ്റുന്നേ. ഒരു ഓട്ടോക്കാരെന്നുള്ള നിലയില് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധി എന്നുള്ള നിലയില് സ്ഥലം ജില്ലാ കളക്ടറോട് ഞങ്ങൾ ഞങ്ങളുടെ മനോവിഷമം അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ, സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഈ പണിയും എനിക്ക് തലവേദന ആവുമെന്ന് ഉറപ്പ് അല്ലേ? പിന്നെ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ആ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ കയറി പോന്നിരിക്കുന്നത്. സ്റ്റാൻഡില് അതൊരു സംസാര വിഷയം ആവോ? അവരൊന്നും അത് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇതിപ്പോ വന്നു കയറിയത് വല്ല സിനിമാ നടിയൊന്നും അല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ മറ്റേ സംസാര വിഷയനെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വല്ല നയൻതാരയോ സണ്ണിലിയാനോ മഞ്ജു വാര്യരോ അങ്ങനെ ആരെങ്കിലും വന്നിരുന്നെങ്കിലേ സംസാര വിഷയം മാത്രമല്ല, ഒരു ജനപ്രവാഹം തന്നെ ആയനെ. അത് ശരി, അപ്പൊ കളക്ടർക്ക് ഒരു വിലയും ഇല്ലെന്നാണല്ലേ? വിലയുണ്ട്. ഈ ഇടിവെട്ടും മഴയൊക്കെ ഉള്ള സമയത്തെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നല്ല വിലയാ. കാരണം അവർക്ക് അവധി കൊടുക്കണ കളക്ടറാണല്ലോ. ചുമ്മാ പറഞ്ഞാണ്. എനിക്കങ്ങനെ എന്തേലൊക്കെ പറയാൻ താനല്ലേ ഉള്ളൂ. ശാലിനി വിഷ്ണു എന്ന മനോഹരമായ പൂവിന് ചുറ്റും പാറിപ്പറ നടക്കുന്നൊരു വണ്ട്, അതാണ് വിഷ്ണു. അതെ, എന്തു പറ്റി? തീത്തുന്ന സമര പോരാളിയിൽ നിന്നും പെട്ടെന്നൊരു പ്രേമ കാമുകനിലേക്ക് ഒരു എടുത്തുചാട്ടം. റൊമാൻസ് പെട്ടെന്ന് തലയ്ക്ക് പിടിക്കാനായിട്ടെ ഈ പുറം കാഴ്ചകളൊന്നും പ്രചോദനമായില്ലല്ലോ അല്ലേ? എന്താ നിർത്തിയേ? അപ്പോഴേ എന്താ പരിപാടി? തനിക്ക് എപ്പോഴാ കളക്ടറേറ്റിൽ എത്തണ്ടേ? അതൊരു 2 മണിക്ക് എത്തിക്കാൻ പറ്റുമോ? 3 മണിക്കൊരു മീറ്റിംഗ് ഉള്ളതാ. ഓക്കെ, പക്ഷേ ഓട്ടോ ചാർജ് കൂടും. അത് കുഴപ്പമില്ല. പക്ഷെ അതെ, ഈ മീറ്ററിലുള്ളതേ ഞാൻ തരത്തുള്ളൂ. ഓ ആയിക്കോട്ടെ, കളക്ടർ സാറ് കണ്ട് ബോധ്യപ്പെട്ടിട്ട് കാശ് തന്നാ മതി. അപ്പൊ ഒരു കറക്കം ഉച്ചയ്ക്ക് ഒരു ഫുഡ് 2 മണിക്ക് കളക്ടറേറ്റ്. ഓക്കെ, അപ്പൊ ഗോ ടു ക്ലാസസ്. അല്ല, ഓട്ടോക്കാരനായിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഇല്ലേ, അത് പറഞ്ഞേ ഉള്ളൂ.